ഇന്ന് ഒരു സ്പെസിഫിക് റെസ്റ്റോറൻറ്റ് റിവ്യൂ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇതൊരു റാൻഡം തോട്ടാണ്. നമ്മളിപ്പം ഇവിടെ പുതുതായിട്ട് വരുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു ചില സ്പെസിഫിക് സിറ്റുവേഷൻസിന് ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകാം, ഒരു മിനിമം ഗ്യാരണ്ടി ഓഫർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ഏതാന്നൊക്കെയുള്ള ഒരു വളരെ വേഗായിട്ടുള്ളൊരു ലിസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. പല റെസ്റ്റോറൻറ്റിലും നിങ്ങൾ പോയിട്ടുണ്ടാവും, കഫ്റ്റീരിയാസിൽ ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ കൂടെ ഒരു എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണ് പോകാൻ പറ്റുക എന്നുള്ളൊരു ഒരു ചെറിയ ഷോർട്ട് വീഡിയോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനത്ത് തന്നെ തുടങ്ങാം. നമുക്ക് കോഴിക്കോട് ചിക്കൻ ബിരിയാണി. ഈ കോഴിക്കോട് ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് പല ടൈപ്പ് ബിരിയാണികളുണ്ട്. ഇപ്പം ദം ബിരിയാണി കിട്ടും, ട്രിവാൻഡ്രത്ത് പോയ വേറെ ബിരിയാണി കിട്ടും. അപ്പം നമുക്ക് പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു, ഇപ്പം നമ്മുടെ ബിരിയാണിയാണ് ബെസ്റ്റ് എന്നല്ല. അങ്ങനെയൊന്നുമില്ല. പല ആളുകൾക്ക് പല ടേസ്റ്റാണ്. ആളുകൾക്ക് തോന്നിയത് കഴിക്കാം. എനിക്ക് ഫിഷ് ഇഷ്ടമാണെങ്കിൽ ചില ആളുകൾക്ക് പന്നിയായിരിക്കും ഇഷ്ടം. അപ്പം പോക്ക് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പോക്ക് കഴിക്കാം. അപ്പോൾ ആ ധാരണയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഇപ്പം കാലിക്കറ്റ് പാരഗണിൽ കോഴിക്കോടിൽ അല്ലെങ്കിൽ കോഴിക്കോട് സാഗറിൽ ടോപ്പ് ഫോമിൽ റഹ്മത്തിലൊക്കെ കിട്ടുന്ന ബിരിയാണികളുണ്ടല്ലോ. അപ്പോൾ ആ ടൈപ്പ് ബിരിയാണി ഇവിടെ ബെസ്റ്റ് ബിരിയാണി ഇവിടെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കഴിച്ചുകൊണ്ടിരുന്ന ബിരിയാണി എന്ന് പറയുന്നത് കോഴിക്കോട് കാലിക്കറ്റ് പാരഗണിൻ്റെ ബിരിയാണി ആയിരുന്നു. അത് തന്നെയായിരുന്നു സെയിം ഫ്ലേവർ തന്നെ സൽക്കാരയിലൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് വെച്ചാൽ ഒരു കഴിഞ്ഞ 2-3 ഇയേഴ്സ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് കോഴിക്കോട് സ്റ്റാർ എന്നാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ബിരിയാണിയായിട്ട് നമുക്ക് തോന്നിയത് ഇപ്പോൾ കോഴിക്കോട് സ്റ്റാർ അല്ലേ. അത് കറാമയിലെ കോഴിക്കോട് സ്റ്റാർ ആണെങ്കിലും കിസൈസിലെ കോഴിക്കോട് സ്റ്റാർ ആണെങ്കിലും അവരുടെ ബീഫ് ബിരിയാണി അല്ലെങ്കിൽ അവരുടെ ഈവൻ ചിക്കൻ ബിരിയാണി, ലഗോൺ ചിക്കൻ ബിരിയാണി ആണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ ബെസ്റ്റ് വേർഷനായിട്ട് തോന്നിയിരിക്കുന്നത്. അതിന് വേറൊരു റീസൺ കൂടിയുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പ്ലേറ്റിൽ ബിരിയാണി കൊണ്ടിട്ട് നമ്മുടെ ഇലയിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ കൊട്ടിത്തരുന്ന ഒരു ബിരിയാണി ഉണ്ട്. ആ ഒരു ബിരിയാണിയുടെ സെയിം ഫ്ലേവറാണ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് പോയി കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെസ്റ്റ് കോഴിക്കോട് ചിക്കൻ ബിരിയാണി എന്ന് പറയുന്ന സാധനം കിട്ടുന്നത് കോഴിക്കോട് സ്റ്റാറിലെയാണ് ബിരിയാണിയുടെ നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറെ മന്തി കഴിക്കാൻ. മന്തി എന്ന് പറയുന്നത് എഗെയിൻ ആളുകളുടെ ഫ്ലേവേഴ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയട്ടെ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സാണ്. ഓക്കെ, ഇതിപ്പം പല ആളുകൾക്കും പല ടൈപ്പായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഓതൻറ്റിക് മന്തി റെസിപ്പീസാണ് ഇഷ്ടം. അങ്ങനെ പറയുമ്പം ഭയങ്കര സ്പൈസി ഒന്നും അല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ഇന്ത്യനൈസ് ചെയ്യാൻ നോക്കാതെ, നമുക്ക് പ്രിയപ്പെട്ട ഫ്ലേവേഴ്സ് ഒന്നും ആക്കാൻ നോക്കാതെ ഏത് ഫ്ലേവറാണോ പ്രോപ്പർ ഓതൻറ്റിക് മന്തി ആയിട്ടുള്ളത് അങ്ങനെയുള്ള നോക്കുമ്പോൾ നമുക്ക് മർഹബിലെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും മർഹബിൽ പോയിട്ട് കഴിക്കാറുള്ളത്, സ്പെസിഫിക് ആയിട്ട് നമ്മൾ കഴിക്കാറുള്ളത് അവിടുത്തെ മന്തിയുടെ ഹനീത്ത് എന്ന് പറയുന്ന സാധനമാണ്. ഹനീത്തിൽ റിബ്സും കിട്ടും, ഷോൾഡറും കിട്ടും. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ 2-3 പേർക്ക് കഴിക്കാൻ പറ്റും. ഒരു 70-75 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ 2-3 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവും. ഒരു ഫുൾ റിബ്സ് കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിക്കും മന്തിയുടെ ലാമ്പിൻ്റെ ഒക്കെ മീറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കൂടുതൽ സ്പൈസി ആയ സാധനമല്ല. അതുകൊണ്ട് തന്നെ മീറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. പക്ഷേ സ്ലോ കുക്ക് ചെയ്തിട്ട് നല്ല ഓതൻറ്റിക് യമനി സ്റ്റൈലിൽ കുക്ക് ചെയ്തിരിക്കുന്ന മന്തി കഴിക്കാനും ലാമ്പിൻ്റെ മട്ടൺ മന്തി കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് മർഹബാണ്. മർഹബിന് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഷാർജയിൽ ബ്രാഞ്ച് ഉണ്ട്, റാസൽ കോറിലുണ്ട്, കുറേ സ്ഥലത്തുണ്ട്, ഷേഖ് സായിദിലുണ്ട്. എവിടെ പോയി കഴിച്ചാലും നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത്, മട്ടൺ ഇഷ്ടമായിട്ടുള്ള ആളുകൾ ഓർഡർ ചെയ്യേണ്ട സാധനം മർഹബിലെ മന്തി, ഹനീത്ത്, റിബ്സ് സ്പെസിഫിക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മളിപ്പം വേറൊരു അറബിക് ഫുഡ് ഇല്ലേ. ഇപ്പം അറബിക് ഫുഡ് എന്ന് പറയുന്നത് ലെബനീസ്, സിറിയൻ അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള ഫുഡ് കിട്ടുന്നത് നമ്മൾ സാധാരണ പോകാറുള്ള ഒരു മീഡിയം റേഞ്ച് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അറൂസ് ദമാസ്കസ് ആണ്. അറൂസ് ദമാസ്കസ് ഏറ്റവും വലിയ ബ്രാഞ്ച് എന്ന് പറയുന്നത് ദേരയിലുള്ള ബ്രാഞ്ചാണ്. അവിടെ പോകുമ്പോഴാണ് നമ്മൾ ഷീഷ് താവൂക്ക് അല്ലെങ്കിൽ അവരുടെ എന്തിനു പറയുന്നത്, അവരുടെ തൂം എന്ന് പറയുന്നത് വെച്ചാൽ അവരുടെ ഗാർലിക് സോസ്, ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് കമ്പയർഡ് ടു നമ്മൾ സാധാരണ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. ഇപ്പോൾ നമ്മൾ 4 പേർക്ക് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് 200 ദിറംസിൻ്റെ അടുത്തൊക്കെ വരും. പക്ഷെ അവിടെയും അവരുടെ റിബ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കേണ്ട സാധനം എന്ന് വെച്ചാൽ മട്ടൺ ലാംബ് ചോപ്സ് ഉണ്ട്. ലാംബ് ചോപ്സ് ഭയങ്കര ടേസ്റ്റിയാണ്. ഷീഷ് താവൂക്ക് ഉണ്ട്. ഒരു ഒതൻറ്റിക് ലെബനീസ് ക്യുസിനാണ് ഇവിടെ ഈ
ഈ സ്ഥലത്ത് കിട്ടുന്നത് അറൂസ് ദമാസ്കസിൽ. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കൊരു മുഗളായി ടേസ്റ്റ് വേണമെന്ന് വിചാരിച്ചു, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ അല്ലെങ്കിൽ മുഗളായി ഫ്ലേവറൊക്കെ വേണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഗസേബോ ആണ്. ഗസേബോ എഗെയിൻ ഒരു ഭയങ്കര മിനിമം ഗ്യാരണ്ടി റെസ്റ്റോറൻ്റ് ആണ്. ഗസേബോയിൽ എഗെയിൻ നമ്മൾ ഇപ്പോൾ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ അത്ര ഭയങ്കര ചീപ്പായിട്ടല്ല, പാരഗണിനെക്കാട്ടൊക്കെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു 3-4 പേര് പോയി കഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 200 ദിർഹംസിൻ്റെ അടുത്തൊക്കെ വരുന്ന റെസ്റ്റോറൻ്റാണ് ഗസേബോ. ഗസേബോയിൽ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലേവേഴ്സും കിട്ടും. ചിക്കൻ കിട്ടും, ലാമ്പ് മട്ടൺ കിട്ടും, ഫിഷ് കിട്ടും, പ്രോൺസ് ഉണ്ട്, പല ടൈപ്പ് ബിരിയാണീസ് ഉണ്ട്. ഇപ്പം ഹൈദരാബാദ് ബിരിയാണി ആണെങ്കിലും അല്ലെങ്കിൽ സാഫ്രാനി ഹൈദരാബാദി ആണെങ്കിലും എല്ലാം പല ടൈപ്പ് ബിരിയാണീസ് ഉണ്ട്. പിന്നെ അവരുടെ നാൻ ആണെങ്കിലും ചിക്കൻ ടിക്ക മസാല ആണെങ്കിലും ഒക്കെ തന്നെ പെർഫെക്റ്റ് ആണ്, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് അവിടെ നമ്മൾ കിട്ടുന്ന വേറൊരു സാധനമാണ് ഗലൗട്ടി കബാബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഫ്ലേവർ ഇഷ്ടമാണ്. പിന്നെ അവിടെ സ്വീറ്റ്സിലൊക്കെ ഡെസേർട്ട്സിലൊക്കെ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്, ചാറ്റ് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരു മിനിമം ഗ്യാരണ്ടി റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം ഞാനൊക്കെ തന്നെ എൻ്റെ കമ്പനിയിൽ നിന്നൊക്കെ നെതർലാൻഡ്സിൽ നിന്നൊക്കെ ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു മുകളായി ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊണ്ടുപോകുന്ന റെസ്റ്റോറൻ്റ് ആണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. ഡെഫിനറ്റായിട്ട് പോയി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗസേബോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ എല്ലായിടത്തും അതിൻ്റെ ഒരു വെജിറ്റേറിയൻ വേർഷൻ ഉണ്ട്. കമ്മത്ത് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, കാമത്തിലും ആക്ച്വലി ശരിക്കും അതിൻ്റെ ഒരു ബെസ്റ്റ് വെജിറ്റേറിയൻ ഫോം കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണ്. പക്ഷേ പ്യുവർ വെജിറ്റേറിയൻ ആണ് അവിടെ. അപ്പം നമ്മൾ കാമത്ത് നിന്ന് അങ്ങനെ ഒരു റെസ്റ്റോറൻ്റായിട്ട് പോകാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബേസിക് സാധനമാണ് കവർ ചെയ്യാൻ വിചാരിച്ചത്. അല്ലാതെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോയി കഴിക്കാറുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ കൊടുക്കണമെങ്കിലൊക്കെ പോയി കഴിക്കാറുള്ള നാൻഡോസ് കഴിക്കാറുണ്ട്. ഞാൻ ഇതൊന്നും തന്നെ ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ് അല്ല, അതേസമയം ഭയങ്കര ചീപ്പായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും അല്ല. അവിടെ നാൻഡോസിൽ പോയി കഴിഞ്ഞാൽ ഈ പോർച്ചുഗീസ് ഫ്ലെയിം ഗ്രിൽ ചിക്കൻ കിട്ടും. ഒരു ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും ഭയങ്കര ഇഷ്ടമാവുന്ന സാധനമാണ്. ഇനിയിപ്പം സൗത്ത് ഇന്ത്യൻ മലയാളി വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബിരിയാണി കോഴിക്കോട് സ്റ്റാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി ആയിട്ട് ആരെയും എപ്പോഴും കൊണ്ടുപോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിഷസും ആളുകൾക്ക് ഇഷ്ടമാവുന്ന റെസ്റ്റോറൻ്റാണ് കാലിക്കറ്റ് പാരഗൺ. ഇപ്പം കാലിക്കറ്റ് പാരഗണിൽ പോവാം, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ സൽക്കാരയിലൊക്കെ പോവാം. അവിടെയൊക്കെ ഓൾമോസ്റ്റ് സെയിം ഫ്ലേവറാണ്, ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും ഇഷ്ടമാവും. നമ്മൾ ഈ പാരഗണിൽ നിന്ന് ബിരിയാണി കഴിച്ച് മടുത്തിട്ട് പിന്നെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട് സ്റ്റാറിൽ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം പാരഗണിൽ തന്നെ സാധാരണ രീതിയിൽ പോകാറുണ്ട്. അപ്പം നമ്മൾ കുറേ ആയിട്ട് പോകുമ്പം അവിടെ ഒരു മടുപ്പ് അനുഭവപ്പെട്ടു, അതുകൊണ്ട് അത് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കാലിക്കറ്റ് പാരഗൺ. പിന്നെ ആരാമത്തിൽ പോകാറുണ്ട്. എഗെയിൻ ആരാമം എന്ന് പറയുന്നത് എഗെയിൻ കുറച്ചുകൂടി ചീപ്പർ വേർഷനാണ് പാരഗണിൻ്റെ. പക്ഷേ ആരാമത്തിൽ പോയി നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓർഡർ ചെയ്യുന്ന ചില ഡിഷസ് ഉണ്ട്. അപ്പം നമ്മളവിടെ പോയിട്ട് ബീഫ് വരട്ടിയത് വാങ്ങിക്കാറുണ്ട്, പൊറോട്ട വാങ്ങിക്കാറുണ്ട്, ചിക്കൻ പൊരിച്ചത് വാങ്ങിക്കാറുണ്ട്. അപ്പം എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടം അത് കുളമാവാൻ ചാൻസ് ഇല്ല എന്നുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോകുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സെയിം സാധനം തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അതുപോലെ ഇന്ത്യൻ ഡെസേർട്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുൽഫിലീഷ്യസ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കുൽഫിലീഷ്യസിൽ പോയാലും നമ്മുടെ കുൽഫി കഴിക്കാം. പിന്നെ ഇങ്ങനെ ഞാൻ ഈ ഒരു സീരീസ് 2-3 ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഇത്ര തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് സ്പെസിഫിക് റിവ്യൂസൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ബിക്കോസ് പല ആളുകളും പല റെസ്റ്റോറൻറ്റ്സിലും ഇതിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ഇതായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ കുറേ ആയിട്ട്, ഇപ്പം ഞാനിവിടെ സീ ഫുഡ് ഐറ്റംസ് ഒന്നും പറഞ്ഞിട്ടില്ല. സീ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ മെക്സിക്കൻ ഫുഡ്, അമേരിക്കൻ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഫുഡ്, ടർക്കിഷ് ഫുഡ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളതൊരു വേറൊരു പാർട്ടിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാവുന്നതാണ്.